നമസ്കാരം. ഞാൻ വളർന്ന നാടാണിത്. ഞാൻ ഇന്ത്യൻ ഫുട്ബോളർ ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാന പങ്ക് എൻ്റെ നാട്ടുകാർക്കുമുണ്ടേ. അന്നൊക്കെ ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കുടുംബത്തെ പോലെയല്ലേ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴോ അങ്ങനെയല്ല. മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ തമ്മിൽ തല്ലുന്ന, മയക്കുമരുന്നിന് അടിമപ്പെട്ട കുട്ടികളുടെ ഒക്കെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. പഠനത്തിലും കലാകായിക രംഗങ്ങളിലും എൻ്റെ കുഞ്ഞു കൂട്ടുകാരും എല്ലാവരും ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഞാൻ ഏറെ ദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഷിബുവിനെ കുറിച്ചാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയാകണം എന്ന ചിന്തയ്ക്ക് അക്ഷരാർത്ഥത്തിൽ പ്രതീക്ഷയായി മാറിയത് ശ്രീ ഷിബു ആണ്. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തോട് ചേർത്ത് വച്ച ജനപ്രതിനിധിയാണ് ഷിബു എന്ന വ്യക്തി. ആ ഷിബു ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഷിബുവിനെ സംബന്ധിച്ച് അപ്രസക്തമാണ്. കാരണം ഷിബുവിനെ എന്നേ അവർ തിരഞ്ഞെടുത്ത് അവരുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും മികച്ച ജനപ്രതിനിധിയായി ഷിബു തിരഞ്ഞെടുക്കപ്പെട്ടത് നാം ഏവരെയും വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. ഷിബുവിനെ ഈ പുരസ്കാര ലബ്ധിയിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും സന്തോഷിക്കുകയാണ്. ദീർഘമായ യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ളത്. അദ്ദേഹം ആ സമ്മാനം വാങ്ങുവാനാണ് പോയത്. ആ സമ്മാനം യഥാർത്ഥത്തിൽ ജീവകാരുണ്യ മേഖലയിൽ ഏതൊക്കെ മാനുഷിക വിഷയങ്ങളുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുകയും അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഉത്തമനായ ഒരു ജനപ്രതിനിധിക്ക് ലഭിച്ച സമ്മാനമാണ്. ആ അർത്ഥത്തിൽ നാം ഇവരും സമ്മാനിതരാവുകയാണ്. ഞാൻ ഇനിയുമേറെ ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രിയങ്കരനായ പ്രിയപ്പെട്ട ജനപ്രതിനിധി നമ്മുടെ പ്രിയപ്പെട്ട ഷിബുവിനെ ഈ വേദിയിലേക്ക് ഞാൻ നിങ്ങളുടെ ഏവർക്കും വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാൻ 4 മാസത്തിലധികമായി ഇവിടെ സ്ഥലത്തിലായിരുന്നു. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്താൽ ഞാനൊരു മികച്ച ഒരു ജനപ്രതിനിധി എന്നുള്ള അംഗീകാരം വാങ്ങുവാനായി പോയിരിക്കുകയായിരുന്നു. എങ്കിലും നമ്മളെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ സമയബന്ധിതമായി അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ശാശ്വതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകളൊക്കെ ഇവിടെ ചെയ്തിരുന്നു. നമ്മുടെ ഈ തലമുറ ഇക്കണക്കിന് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായി തീരുമെന്ന് അറിയില്ല. കലാരംഗത്തും കായിക രംഗത്തുമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും മദ്യവും മയക്കുമരുന്നും വിൽക്കുന്ന ലഹരി മാഫിയകൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാമല്ലോ, ഫുട്ബോളിൻ്റെ ലോക മാന്ത്രികൻ മറഡോണ, അദ്ദേഹവും ഒരു കാലത്ത് മയക്കുമരുന്നിന് അടിമപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നു. അത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയുവാനുള്ളത്. ഞാൻ നിങ്ങളെ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അതെ അതെ, കുഴപ്പമില്ല. ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം. അത് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആട്ടെ, ശരി, ഓക്കെ. എന്തുവാ? സാറേ, നമസ്കാരം. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാം. എന്നാലും മാത്യൂസിന്റെ മോൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. എന്നാൽ അവർ 2 മതത്തിൽ പെട്ടുപോയി. മതഭ്രാന്തന്മാരെ അത് ഏറ്റെടുത്തു. അവസാനം ആ കുട്ടി ആത്മഹത്യയിലെത്തിച്ചു. എന്നിട്ടോ മതഭ്രാന്തന്മാരടങ്ങിയില്ല. തമ്മിലടിച്ചും ലഹള വെച്ചും അവസാനം ആ പയ്യനെ കൂടെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചു. മരണത്തിലെങ്കിലും അവർ ഒന്നിച്ചല്ലോ. ഇതുകൊണ്ട് മതഭ്രാന്തന്മാർക്ക് എന്താ നേട്ടം? ഒന്നുമില്ല. മതത്തിന്റെ പേരിൽ എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വരെ പ്രഭാത ഭക്ഷണത്തിന് പകരം വർഗീയ വിഷയമല്ലേ സാറേ കലയ്ക്ക് കൊടുക്കുന്നത്? ഹോ, എനിക്കത് ചിന്തിക്കാൻ കൂടി വയ്യ. ടീച്ചർമാരെ, നിങ്ങളൊക്കെ ഒഴുകി. റഹിമക്കയുടെ മകൻ സ്കൂളിൽ വന്നിട്ട് കുറെ നാളായി. വീട്ടിൽ ചെന്നപ്പം വീട് പൂട്ടിയിട്ടിരിക്കുവോ? ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ പറയുന്ന സുഖമില്ലെന്നാ. സാറേ, സ്കൂൾ ഗെയിംസ് ഒക്കെ വരാറായി. നല്ലൊരു ഫുട്ബോൾ പ്ലെയറും കൂടി ആ കുട്ടി. അത് മാത്രമല്ല, ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനവും കൂടി അവൻ. അതെ, ഈ റഹീം ഇപ്പൊ ഇവിടെ അല്ല താമസം, അങ്ങ് കുണ്ടറയില. അവന് അവിടെ ഒരു വീടുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോവുക. മെമ്പറെ റഹീമിന്റെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞായിരുന്നു. റഹീമിക്ക് സാധാരണ ഗൾഫിൽ നിന്ന് വന്നാൽ ലൈബ്രറിയിലോ ആൾത്തറമുട്ടിലോ ഒക്കെ കാണും. എല്ലാവർക്കും നല്ല ആഘോഷമാ. പക്ഷെ ഇപ്പൊ കാണുന്നില്ല. മെമ്പറെ എന്നെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചായിരുന്നു. ഞാൻ ഓഫീസിലോട്ട് പോവുക. ഓക്കെ സാർ. ഞാൻ റഹീമിന്റെ വീട്ടിലോട്ട് പോവുക. മെമ്പർ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിലേ എത്തി. സാറേ, എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. എന്തായാലും മെമ്പർ വന്നല്ലോ, ആശ്വാസമായി. ഇനി മെമ്പർ നോക്കിക്കോളും. ബാ, സ്കൂളിൽ പോ. റഹീമേ,
റഹീമേ, ഇവിടെ ആരും ഇല്ലയോ? റഹീമേ, റഹീമേ. പിള്ള സാറാ, കയറി വാ, ഇങ്ങോട്ടിരിക്കേ. റഹീമേ, എന്തിനു കഥ അടയ്ക്കുന്നത്? തുറന്നിട്ട് കാറ്റൊക്കെ കയറട്ടെ. റഹീമേ, ഇതെന്ത് കോലമാണ് ഇത്? ക്ലബിലൂടെ നിന്നെ കാണുന്നില്ല. മാത്യുവിന്റെ മോളുടെ ശവകടക്കിന് പോലും നിന്നെ കണ്ടില്ല. എന്ത് പറ്റി? അല്ലാ, പടച്ചോനെ, മാത്യുച്ചന്റെ മോക്ക് എന്ത് പറ്റി സാറേ? അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലയോ? അയ്യോ, ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാമല്ലോ, മൊബൈലിൽ ചാറ്റിങ്, ചീറ്റിങ്. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലുമായി. അവസാനം ആത്മഹത്യയും ചെയ്തു. അതൊക്കെ പോട്ടെ, എവിടെ നമ്മുടെ ഫുട്ബോളർ കൊച്ചു മറഡോണ? ഞാനൊന്ന് കാണട്ടെ. വേണ്ട സാർ, ഞാൻ അവനെ ഈ മുറി പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയിടാൻ പ്രാവോ തത്തയോ വല്ലോ ആണോ അവൻ? തുറന്നു വിട് റഹീമേ. വേണ്ട സാറേ, അവനെ നല്ലവണ്ണം ഫുട്ബോൾ കളിക്കുമായിരുന്നു, നല്ലവണ്ണം പഠിക്കുകയും ചെയ്യുമായിരുന്നു. അവന്റെ കൂട്ടുകാരാ സാറേ അവനെ ഇല്ലാതാക്കിയത്. MDMO, സ്റ്റിക്കറോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, മയക്കുമരുന്ന്. അതൊക്കെയാണ്. അതിന് പണം വേണം. ഇവിടുന്ന് പണം കിട്ടാതായപ്പോൾ അവ അങ്ങോട്ട് വെളിയിലേക്ക് ഇറങ്ങി, നാട്ടുകാരുടെ അടുത്തൊക്കെ പോയി തെണ്ടാൻ തുടങ്ങി. അവര് കൊടുക്കാതായപ്പോൾ പോക്കറ്റിൽ ഇരുന്ന കാശ് തട്ടിപ്പറിക്കാൻ തുടങ്ങി. അവിടെ കാണുന്ന കടകളിലൊക്കെ കയറി കാശ് പിടിച്ചു പറിക്കാൻ തുടങ്ങി. അവരെല്ലാരും കൂടി ലാസ്റ്റ് പട്ടിയെ പോലെ തല്ലി. ഇതൊന്നും കാണാൻ വയ്യാഞ്ഞിട്ടാ സാറേ ഞാൻ അവനെ മുറി പൂട്ടിയിട്ടിരിക്കുന്ന. സാറിന് അറിയാലോ എനിക്ക് ആകെ അവനേ ഉള്ളെന്ന്. ആ പിള്ള സാറോ, ഇക്ക ഞാൻ എൻ്റെ മോൻ ഇച്ചിരി ചോറ് കൊടുത്തോട്ടെ ഇക്ക. സാർ ഒന്ന് പറ സാറേ, എൻ്റെ കുഞ്ഞ് വിശക്കുന്നു എന്ന് പറയുന്നതൊക്കെ എനിക്ക് വയ്യ ഇക്ക. ഞാൻ അവന് ഇച്ചിരി ചോറ് കൊടുക്കാൻ പോവാ. വേണ്ട, നീ എന്തുവാ ഈ കാണിക്കുന്ന? സാറിന് അറിയാവോ, ഇവള് നിറവയറോടുകൂടി ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഇവള് വന്ന് എൻ്റെ അടുത്ത് വയറും കാണിച്ചിട്ട് പറയുമായിരുന്നു, ഇക്ക നമ്മുടെ മോനുണ്ടല്ലോ, ദേ വാപ്പാ വാപ്പാന്ന് വിളിക്കുന്നു. അവനെ പന്ത് തട്ടും പോലെ തട്ടിയേയും ചവിട്ടിയൊക്കെ ചെയ്യുന്നു, ഫുട്ബോളറെ പോലെ. ആ വയറ്റിലിട്ട് ചവിട്ടിയിട്ടാ അവൻ മാലയും പൊട്ടിച്ചോണ്ട് ഓടിയത്. ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ മോന് ചോറ് കൊടുക്കാൻ പോവാ. ഇക്ക 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 കത്തിയത് മരുന്ന് കളയാൻ പാടില്ല. എന്റെ മോഹൻ
നമ്മുടെ മോനെ ഉറങ്ങോ ഇക്ക? എന്റെ മോനെ ഇക്ക, ഞാൻ പാട്ട് പാടി കൊടുക്കട്ടെ മക്ക? എന്റെ മോനെ ഉറങ്ങാൻ ഞാൻ പാട്ട് പാടി കൊടുക്കട്ടെ ഇക്ക? റഹീം വിഷമിക്കാതിരിക്കും. നമ്മുടെ സിയെ പഴയതുപോലെ ആക്റ്റീവാക്കി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും വിഷമിക്കരുത്, ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുക. എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയാലോ? വാ. ഞാൻ നിങ്ങളോട് പങ്കുവച്ച ആ കഥയിലെ താരം നമ്മുടെ സ്വന്തം ഫുട്ബോളർ, നമ്മളെല്ലാം പ്രിയപ്പെട്ട മുഹമ്മദ് സിയ നമ്മളോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. നമുക്ക് മുഹമ്മദ് സിയയെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. മുഹമ്മദ് സിയയ്ക്ക് സ്നേഹാദരവ് നൽകുന്നതിനായി നമ്മുടെ ഈ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖനും വ്യവസായ പ്രമുഖനുമായിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട രാഘവൻപിള്ള സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സിയ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. എനിക്ക് പാപ്പ് തരണം. മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ട സ്കൂളിലേക്ക് വിടുന്നത്. അവിടുത്തെ നമ്മള് ലഹരിയിലോട്ട് പോയി. ഒരു തമാശക്ക് പോലും നിങ്ങളിതിലകപ്പെടരുത്. ബായ് ബാബാ, എന്തെല്ലാം ആഗ്രഹങ്ങളാ. അതെല്ലാം വിട്ടിട്ടല്ലേ നമ്മൾ ലഹരിക്ക് അടിമപ്പെടുന്നത്. എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ ഉമ്മായും പാപ്പായും ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചു. പാപ്പാ, ഉമ്മ, പാപ്പാ, മോനെ